സ്റ്റിയറിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്? സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. കോൾസ്, ഓഡിയോസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2D ലോഗോ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ലെതറിൻ്റെ ആയിരിക്കും നമ്മുടെ വരുന്ന സ്റ്റിയറിംഗ് കവർ വരുന്നത്. ടിൽറ്റാണ് നമുക്ക് വരുന്നത്. ടിൽറ്റ് അഡ്ജസ്റ്റ് ആയിരിക്കും. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നേരെ നമ്മുടെ ഇതിൽ അനലോഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് അല്ലേ? ഫുള്ളി ഡിജിറ്റലി ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ ട്രാക്ഷൻ, പിന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഒരു IRVM വരുന്നുണ്ട്. അത് മാനുവൽ ഡിം ആയിട്ടുള്ള ഒരു IRVM ആണല്ലേ വരുന്നത്. പിന്നെ ഒരു നമുക്കൊരു ലൈറ്റ് യൂണിറ്റ്, ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് റോയിലും നമുക്ക് കിട്ടുന്നുണ്ട് ക്യാബിൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് ഡോർ പാനിലേക്ക് പോകാൻ നേരത്തെ എന്തൊക്കെ കൺട്രോൾസ് ആണ് അവിടെ വരുന്നത്? നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് ഡോറിന്റെ സൈഡിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4-door പവർ വിൻഡോ ആണ്. അത് നമുക്ക് ഡ്രൈവർ സീറ്റിന്റെ ഇവിടെ തന്നെ 4-door പവർ വിൻഡോ അഡ്ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് തന്നെ നമുക്ക് ബാക്കിലും വരുന്നുണ്ട്, അല്ലാതെ തന്നെ ഡ്രൈവർ സീറ്റിന്റെ ഡോറിലും വരുന്നുണ്ട്. അത് ഓട്ടോമേറ്റഡ് ആണോ നമ്മുടെ പവർ വിൻഡോ? പവർ വിൻഡോ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്.